അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്ര ദേവസ്വത്തിന്റെ തിരുവുത്സവം ഫെബ്രുവരി 4 മുതൽ 8 ദിവസങ്ങളിലായി നടക്കുന്ന തിരുവുത്സവം തൈപ്പൂയ ആറാട്ടു മഹോത്സവത്തോടെ ഫെബ്രുവരി 11 സമാപിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് പണ്ഡിറ്റ് കറുപ്പൻ സാംസ്കാരിക സമ്മേളനവും നടക്കും. അരൂർ ശ്രീകുമാരവിലാസം ക്ഷേത്ര ദേവസ്വ തിരുവുത്സവം ഫെബ്രുവരി 4 മുതൽ 11 വരെയാണ് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ഭക്തി നിർഭരമായ ചടങ്ങുകളോട് നടത്തുന്ന കൊടിയേറ്റിനു ശേഷം ആരാധ്യനായ ക്ഷേത്രം തന്ത്രി അരിയന്നൂർ ഇല്ലം ശംഭു നമ്പൂതിരി ഭക്തജനങ്ങളുടെ മധ്യേ തങ്കത്തേര് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കും. ഉത്സവ ദിനങ്ങളിൽ കാഴ്ച ശ്രീബലി, തങ്കത്തേരിൽ ഭഗവാന്റെ എഴുന്നള്ളത്ത്, PKM കലാക്ഷേത്രയുടെ നാട്യം, സംഗീതാർച്ചന, ഉത്സവ ബലി, സർപ്പം പാട്ട്, തളിച്ചുകൊട, പകൽപൂരം, ഗംഭീര കാവടി ഘോഷയാത്ര, മണിശീലുകൾ, പള്ളിവേട്ട മഹോത്സവം, തൈപ്പൂയ ആറാട്ടു മഹോത്സവം എന്നിവയും ഉണ്ടാകും. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് KK വാസവൻ, ദേവസ്വം സെക്രട്ടറി KR രാജേന്ദ്രൻ, ഖജാൻജി KN ദേവാനന്ദൻ, AKDS ബോർഡ് 18 പ്രസിഡന്റ് K പ്രവീൺകുമാർ, AKDS 19 പ്രസിഡന്റ് CV സുരേഷ്, AKDS 18 ഖജാൻജി KP പുഷ്കരൻ എന്നിവർ പങ്കെടുത്തു. ശ്രീകുമാരവിലാസം ക്ഷേത്രദേവത്തിന്റെ തിരുവുത്സവം 2025 ഫെബ്രുവരി 4 മുതൽ 11 വരെയുള്ള തീയതികളിൽ 8 ദിവസത്തെ അകത്തോടുകൂടി ആരംഭിക്കും. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിപ്രകാരം ക്ഷേത്രങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ശ്രീകുമാരവിലാസം ക്ഷേത്ര ദേവസ്വത്തിൻ്റെ പൊതുയോഗവും കമ്മിറ്റിയും ശിരസ അംഗീകരിക്കുകയും അതിന് ബദലായി ഭഗവാനെ തിടമ്പേറ്റുന്നതിന് വേണ്ടി ഏകദേശം 15 ലക്ഷം രൂപയോളം മുടക്കി കഴിഞ്ഞ സപ്താഹ സമയങ്ങളിൽ ദേവസ്വത്തിൻ്റെയും സംയുക്ത കമ്മിറ്റിയുടെയും തീരുമാനപ്രകാരം നമ്മളുടെ യജ്ഞാചാര്യനായിരുന്ന ബഹുമാന്യനായ KD രാമകൃഷ്ണൻ സാറ് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് പകർന്നു കൊടുക്കുകയും ആ പകർന്നു കൊടുത്തതിൻ്റെ ഫലമായിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഈ തങ്കത്തേരുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സമാഹരണം എല്ലാവരും അവരുടെ ശേഷിക്ക് അനുസരിച്ച് ഇവിടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു തേര് സമർപ്പണം ഈ വരുന്ന 4-ാം തീയതി കൊടിയേറ്റ് ദിവസം, കൊടിയേറ്റിന് ശേഷം ക്ഷേത്ര തന്ത്രി ശ്രീ ശംഭു നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തിയുടെ ബാലകൃഷ്ണൻ ഭ്രാന്തിയുടെയും അതുപോലെ ക്ഷേത്രശാന്തിയുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്രതന്ത്രി ഭഗവാന് തേര് സമർപ്പിക്കുകയും കൈകൊട്ടിക്കളി, തിരുവാതിരകളി, കുട്ടികളുടെ കലാപരിപാടികൾ, അതുപോലെ തന്നെ അരിയക്കുറ്റി ധീവര വനിതാ കാവടി സംഘത്തിൻ്റെ ഗംഭീര കാവടി ഘോഷയാത്ര, മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാവടി ഈ പ്രാവശ്യം നമ്മളുടെ അരൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ഗംഭീരമായിട്ട് തന്നെ ക്ഷേത്ര സന്നിധിയിലെത്തിച്ചു. മുക്കം ഭക്തജന സമിതിയുടെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്ന കാവടി ഘോഷയാത്ര അരൂർ നടക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. കൊടിയേറ്റ് ദിവസം രാവിലെ 11 മണിക്ക് പണ്ഡിറ്റ് കറുപ്പൻ അനുസ്മരണ സമ്മേളനം 4-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുകയാണ്. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റു മികവ് തെളിയിച്ചിട്ടുള്ള ഈ കരയോഗത്തിൻ്റെ 2 കരയോഗത്തിൽപ്പെട്ട കുട്ടികളെയും മുതിർന്നവരെയും ആദരിക്കുക, അതുവഴി ദേവസ്വം മുൻകാല പ്രവർത്തകരെ 2 പേരെ ആദരിക്കുക എന്നീ കാര്യങ്ങളാണ് ആ പരിപാടിയിൽ ചെയ്തിട്ടുള്ളത്. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ സുബ്രഹ്മണ്യൻ അമ്പാടി വൈക്കം, പ്രശസ്ത സാഹിത്യകാരനാണ്. വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നത് ശ്രീ S രാജേഷ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, മെട്രോ സ്റ്റേഷൻ കൊച്ചി. ഇതിൻ്റെ ശില്പികളെ ആ കൊടിയേറ്റി സമയം കഴിഞ്ഞ് അവരെ എല്ലാം ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അരൂർ. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,